അപ്പോൾ എന്താണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോ 3 മത്സരത്തിൽ നിന്ന് വെറും 4 പോയിന്റ് മാത്രമാണ് യുണൈറ്റഡിന്റെ കൈവശമുള്ളത്. അതിൽ ആദ്യ മത്സരം ആഴ്സണലായിട്ട് 1-0 എന്ന സ്കോറിൽ സുൽത്താൻ കോട്ടയിൽ വെച്ച് തന്നെ പരാജയപ്പെട്ടു. രണ്ടാം മത്സരം ഫുൾഹാമുമായിട്ട് 1 എന്ന സ്കോറിൽ ഒരു സമനില വഴങ്ങേണ്ടി വന്നു. എന്നാൽ മൂന്നാമത്തെ മത്സരം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ മത്സരം നമ്മൾ യുണൈറ്റഡ് വിജയിച്ചെങ്കിലും ഇതിനകത്ത് എത്രത്തോളം പ്രതീക്ഷകൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യുണൈറ്റഡിന്റെ കംബാക്ക് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് മാനേജറിലേക്കാണ്. റൂബൻ അമോറിം ആളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു പ്രഷറാണ് ആളെടുത്ത് ഇങ്ങനെ തോളിൽ വെച്ചിരിക്കുന്നത്. ആളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു വെയിറ്റ് എടുത്ത് ആള് തോളിൽ വെച്ച് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ആ ഒരു ബാഡ്ജ് അതിന് ഭയങ്കര വെയിറ്റ് ആണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്, വേറെ ചെറിയൊരു ക്ലബിനെ പരിശീലിപ്പിക്കുന്ന പരിപാടിയല്ല ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിക്കുക, ആ ബാഡ്ജിന് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് അത്ര കണ്ട് പ്രഷറുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് മത്സരത്തിൽ കൂടെ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി എടുക്കുന്ന സമയത്ത് റൂബന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ, ആള് ടെൻഷൻ അടിച്ച് ഇപ്പൊ അറ്റാക്ക് വരും എന്നുള്ള രീതിയിൽ ആള് നടന്നുപോയി അകത്ത് ആ മേളിൽ പോയി അവിടെ ചെയറിലിരിക്കുന്നു, പെനാൽറ്റി എടുക്കുന്നത് നോക്കുന്നില്ല, പുള്ളി കണ്ണും പൂട്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാലോ, ഒരു മാനേജർ എന്ന് പറയുമ്പോൾ കളിയുടെ തന്ത്രങ്ങൾ മെനയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ, പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന ജോലി ഈ മാനേജറുടേതാണ്. മാനേജറാണ് പ്ലെയേഴ്സിനെ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് മോനെ മക്കളെ പോയി അടിച്ചിട്ട് വാടാ എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുത്ത് കോൺഫിഡന്റ് ആക്കി വിടേണ്ട ആള് ഭയങ്കര പ്രഷറിലാണ്. ആളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യൂ എന്ന രീതിയിൽ ഇരിക്കുന്നു. അത് ഞാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പം ആൾക്ക് ഒരു രീതിയിലുള്ള കോൺഫിഡൻസ് ഇല്ല, ആള് ഭയങ്കര നെഗറ്റീവാണ്, ആൾ ഭയങ്കര പ്രഷറിലാണ്. അപ്പം ഒരു മാനേജർ തന്നെ ഇങ്ങനെ ആവുമ്പോൾ പ്ലെയേഴ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. പ്ലെയേഴ്സിനെ പോസിറ്റീവ് ആക്കേണ്ട മാനേജർ ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ പ്ലെയേഴ്സിന്റെ ഇതിപ്പം നമ്മൾ ഫുൾഹാമുമായിട്ടുള്ള യുണൈറ്റഡിന്റെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. മാനത്തോടെ ഒരു പെനാൽറ്റി ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നത്. ഫെർണാണ്ടസ് ആ പെനാൽറ്റി എടുക്കാൻ വന്ന് നിൽക്കുന്ന സമയത്ത് എത്ര ടൈമാണ് ഫെർണാണ്ടസ് എടുക്കുന്നത്? കുറെ ടൈം എടുത്ത് ആലോചിച്ച് ചിന്തിച്ച് വന്നാണ് ബ്രൂണോ ആ പെനാൽറ്റി എടുക്കുന്നത്. അപ്പം ഞാൻ ആ പെനാൽറ്റി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കാണുമ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഈ പെനാൽറ്റി മിസ് ചെയ്യും, ഉറപ്പായിട്ട് മിസ് ചെയ്യും. കാരണം അത്ര പ്രഷറിലായിരുന്നു ഫെർണാണ്ടസ് ഉണ്ടായിരുന്നത്. അത് ഇന്നലത്തെ മത്സരത്തിലും അത് ഉണ്ടായിരുന്നു, ബേണിയായിട്ടുള്ള മത്സരത്തിലും ആ പ്രഷർ ഉണ്ടായിരുന്നു. ബ്രൂണോ ബോളൊക്കെ എടുത്ത് അവിടെ കുറെ നേരം നടക്കുന്നുണ്ടോ, അത് പ്രഷർ ഇല്ലാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ടെൻഷൻ അടിച്ചിട്ട് നടന്നതാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു.